അപ്പോൾ ക്യൂബയുടെ മുൻ പ്രസിഡന്റ് റൗൾ കാസ്ട്രോയ്ക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി US നീതിന്യായ വകുപ്പ് 1996 ക്യൂബൻ അമേരിക്കൻ പ്രവാസി സംഘടനയായ ബ്രദേഴ്സ് ടു ദ റെസ്ക്യൂവിന്റെ 2 വിമാനങ്ങൾ ക്യൂബൻ സൈന്യം വെടിവെച്ചിട്ടതുമായി ബന്ധപ്പെട്ടാണ് കുറ്റം ചുമത്തിയത്. മധു കൊട്ടാരക്കര വിവരങ്ങൾ ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ്. അപ്പോൾ ക്യൂബയും എണ്ണ സമ്പന്നമായ രാഷ്ട്രമാണ്. അപ്പോൾ അടുത്ത ട്രംപിന്റെ കണ്ണ് ക്യൂബയിലോട്ടാണോ ചേട്ടാ? ഗുഡ് മോർണിംഗ് ഹാഷ്മി, കൃഷ്ണ. അങ്ങനെ വേണമെങ്കിൽ പറയാം. ക്യൂബയിലേക്ക് ട്രംപ് നോട്ടിടാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസമായി. ഇപ്പം ഈ 2008 മുതൽ 2018 വരെ ക്യൂബയുടെ പ്രസിഡന്റ് ആയിരുന്നു റൗൾ കാസ്ട്രോ. അത് മാത്രമല്ല 2021 വരെ ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫസ്റ്റ് സെക്രട്ടറി ആയിരുന്നു. ഇത് കൂടാതെ ഫിദൽ കാസ്ട്രോയുടെ സഹോദരൻ കൂടിയാണ്. 94 വയസ്സാണ് പ്രായം. ഈ സംഭവം മയാമിയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യാവകാശ സംഘടന ഉണ്ടായിരുന്നു, ബ്രദേഴ്സ് ടു ദി റെസ്ക്യൂ. 1996 ഫെബ്രുവരി 24-ാം തീയതി ഇവരുടെ 2 സിവിലിയൻ വിമാനങ്ങൾ ക്യൂബൻ സൈന്യം വെടിവെച്ചിട്ടു എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്നു റൗൾ കാസ്ട്രോ. ഈ വിമാനങ്ങൾ വെടിവെച്ചിടാൻ വേണ്ടി റൗൾ കാസ്ട്രോയാണ് ഉത്തരവിട്ടത്. ഫ്ലോറിഡ കടലിടുക്കിലാണ് ഈ വിമാനങ്ങൾ തകർന്നു വീണത്. എന്നാൽ ഈ ക്യൂബൻ സർക്കാർ ഇത് നേരത്തെ കാശ്മീർ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇത് ക്യൂബയിലേക്കുള്ള സൈനിക നടപടിക്കുള്ള ഒരു അവസരമായിട്ട് ഉള്ള അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞ് ഇത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഈ മയാമി കോടതിയാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് 4 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ 3 അമേരിക്കൻ പൗരന്മാരാണ്. അതിനു വേണ്ടി നടത്തിയ ഗൂഢാലോചന, ഇതുകൂടാതെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള 4 കൗണ്ട്സ്, ഈ വിമാനം തകർത്തതുമായി ബന്ധപ്പെട്ടുള്ള 2 കൗണ്ട്സ്, ഇത്രയും ആണ് ഈ കുറ്റപത്രത്തിൽ ആരോപിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ ഒരു മൂന്നാമതൊരു വിമാനം കൂടി ഉണ്ടായിരുന്നു. ഈ ബ്രദേഴ്സ് ടു റെസ്ക്യൂവിന്റെ ഫൗണ്ടർ ജോസ് ബസൂൾട്ട ആയിരുന്നു ആ വിമാനം പറത്തിയിരുന്നത്. പക്ഷേ ആ വിമാനം അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഹാഷ്മി, കൃഷ്ണ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.